എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടി. ജിങ്കു ജനിച്ചപ്പോൾ മുതൽ അവളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ സാധനങ്ങളും ഞാൻ സൂക്ഷിച്ച് വയ്ക്കുമായിരുന്നു. അവളുടെ ആദ്യത്തെ ഉടുപ്പ്, വള, സ്കാനിങ് ഫോട്ടോസ്, അങ്ങനെ കുറേ. 4 വർഷങ്ങളായിട്ട് സൂക്ഷിച്ച് വെച്ചത് ഇപ്പോൾ ഒരു ഫ്രെയിമായിട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ടും കഥകളി ആശാനുമായ അശ്വിനാണ് ഈ ഒരു റെസിൻ ഫ്രെയിം എനിക്ക് ചെയ്തു തന്നിരിക്കുന്നത്. നല്ല കെയർ എടുത്തിട്ടാണ് അശ്വിൻ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ഈ ഒരു ഫ്രെയിം കണ്ടപ്പോൾ അരുൺ ശരിക്കും സർപ്രൈസ്ഡായി. ജിങ്കുവിൻ്റെ പൊക്കിൾക്കൊടി കണ്ടിട്ട് അരുണിന് ഭയങ്കര അതിശയമായിരുന്നു. കാരണം ഇതൊക്കെ ഞാൻ ഇത്രയും വർഷമായിട്ട് ആരെയും കാണിക്കാതെ കൊണ്ടുവരുന്നതാണ്. ജിങ്കുവിനെ രാവിലെ തന്നെ നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് എഴുന്നേൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവൾ കണി കണ്ടതും ഈ ഒരു ഫ്രെയിം തന്നെയായിരുന്നു. ജിങ്കു ഞങ്ങൾക്ക് എത്ര സ്പെഷ്യലാണോ അത്രയും തന്നെ സ്പെഷ്യലാണ് ഈ ഒരു ഫ്രെയിമും. ഈ ഒരു ഫ്രെയിമിലേക്ക് നോക്കുമ്പോൾ അവൾ ജനിച്ച മുതൽ തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ ഓർമ്മകളും മനസ്സിലേക്ക് ഓടി വരും. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ മെമ്മറി സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അശ്വിനെ കോൺടാക്ട് ചെയ്തോളൂ. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല. എനിക്ക് ഈ വർക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും അശ്വിനെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാം. ബൈ.